ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ പിരിച്ചുവിടണം എന്ന് ഒരു മതസംഘടന അവരുടെ വാരികയിൽ ലേഖനം, അവരുടെ പ്രസിദ്ധീകരണത്തിൽ ലേഖനം എഴുതുമ്പോൾ ക്യാമ്പസുകളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വിദ്യാർത്ഥി സംഘടന സ്വയംഭോഗത്തെയും സ്വവർഗരതിയെയും സംബന്ധിച്ച് ക്യാമ്പയിൻ നടത്തുന്നത് ഇവർ കണ്ടില്ല. ജെൻഡർ ന്യൂട്രൽ മാനസികാവസ്ഥയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവരെ കൊണ്ട് ഫാൻഡിടിക്കുന്നത്. ഹെട്രോ നോർമറ്റീവ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന്. എന്താ ഹെട്രോ നോർമറ്റീവ് എന്ന് പറഞ്ഞാൽ? ആണും പെണ്ണും തമ്മിലാണ് പ്രകൃത്യ ആകർഷണം ഉണ്ടാവുക. ആണിന് ആണിനോടോ പെണ്ണിന് പെണ്ണിനോടോ ആകർഷണം തോന്നുന്നുവെങ്കിൽ അത് നോർമൽ അല്ല. അതിനാണ് ഹെട്രോ നോർമറ്റീവ് എന്ന് പറയുന്നത്. ഈ ഹെട്രോ നോർമറ്റീവ് ആയിട്ടുള്ള മനോഭാവത്തിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിച്ചെടുക്കാനാണ് അവരെ കൊണ്ട് ഫാൻസ് ഇടിച്ചത് എന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ, ചില്ലറ വിദ്യാഭ്യാസം അല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ട്വീറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ശൈഖുനക്കും കൂട്ടർക്ക് ഒരു കുഴപ്പമില്ല. നോക്കണം നിങ്ങൾ, മുട്ടിന് മുഴത്തിന് മദ്യഷാപ്പുകൾ ഒഴുക്കി ഇവർക്കൊരു പ്രശ്നമില്ല. ഈ പറയുന്ന ഇസ്ലാം മലപ്പുറം ജില്ലയെ കുറിച്ച് മാത്രമല്ല, കേരളത്തെ കുറിച്ച് മാത്രമല്ല, മുസ്ലിം സമൂഹത്തെ ഭീതിയുടെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രസ്താവനകൾ ഇവരുടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, മാർക്കറ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാറി മാറി നടത്തി. ഇവർക്കൊരു പ്രശ്നമില്ല. ആർക്ക്? ഈ ശൈഖനമാർക്ക്. ഈ ദീനിനെ എക്കാലത്തും തലമുറകളെ നശിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഇത്യാദി ഭരണാധികാരികൾ, അവർക്ക് ചൂട്ടുകുടിക്കുന്ന പുരോഹിതന്മാർ. അതാണ്. നിങ്ങൾ ഫറോവയുടെ കഥ വായിച്ചു നോക്കുക. അവിടെ ഒരു സാമിരി ഉണ്ട്. റസൂലിന്റെ ആസാരം കൊണ്ട് തന്നെ മുമ്പരും പരിപാടി. ഞാൻ അതിനെക്കുറിച്ച് പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം പ്രവാചകന്, പ്രവാചകനേക്കാൾ പ്രാധാന്യം പ്രവാചകന്റെ ആസാറുകൾക്ക്, പ്രവാചകന്റെ ആസാറുകളേക്കാൾ പ്രാധാന്യം ആ ആസാറുകൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന മൗലാനക്ക്, അതിനേക്കാൾ പ്രാധാന്യം അതിന്റെ ചുറ്റിലും വരുന്ന ടൗൺഷിപ്പിന്. ഒരു പുരോഹിതന്റെ കയ്യിൽ ഒരു പ്രവാചകൻ എങ്ങനെ കച്ചവടച്ചരക്കാവും എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത് എന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസ്താവനയാണ്. എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ഗൾഫിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലും ടൗണുകളിലും ഒക്കെ നമ്മുടെ മുടി മസ്ജിദ് എന്ന് പറയാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതിന്റെ ഫോട്ടോ, അതിന്റെ വലിയ ഫോട്ടോ കട്ടൗട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ അത് പോക്ക് ശരിയില്ല എന്ന് തോന്നിയിട്ട് അവരെന്നെ എടുത്ത് മാറ്റി. ഇരിക്കട്ടെ, ആ സന്ദർഭത്തിൽ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് മുടിയല്ല, ഇത് ടൗൺഷിപ്പാണ്. അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം പ്രവാചകന്, പ്രവാചകനേക്കാൾ പ്രാധാന്യം പ്രവാചകന്റെ ആസാറുകൾക്ക്, പ്രവാചകന്റെ ആസാറുകളേക്കാൾ പ്രാധാന്യം അത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്ക്, അദ്ദേഹത്തിന്റെ അതിനേക്കാൾ പ്രാധാന്യം ഈ മുടി സൂക്ഷിക്കുന്ന കേന്ദ്രത്തിന്റെ ചുറ്റും തുടർന്നു വരുന്ന ടൗൺഷിപ്പിന്, ഉയർന്നു വരുന്ന ടൗൺഷിപ്പിന്. നിയമപരമല്ലാതെ പലതും ഒപ്പിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ ഇവർ കണ്ടെത്തുന്ന വഴിയാണ് ഈ ജമാഅത്തിന് നേരെ കാണിക്കുന്ന ഈ ഒരു വിരോധം എന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ ഇവർക്ക് ഇസ്ലാമിനോട് എത്ര ഹുബ്? അതാണ് ഇവിടെ. ഇപ്പൊ ഞാൻ അതിലേക്ക് പോയത് ഇത് പറയാനാണ്, വേറെ ഒന്നും ഇപ്പൊ എന്റെ വിഷയമല്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ പ്രത്യേക വിഭാഗം ഇറങ്ങിപ്പുറപ്പെടുന്നത് അവർ ചെയ്ത അനധികൃതമായ കുറെ കാര്യങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ ഇതൊരവസരമാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ്. ഇത്രമാത്രം തരം താഴ്ന്നിട്ട് പണ്ഡിതന്മാർ പോകാൻ പാടില്ല എന്ന് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയും.